അമിത രോമവളർച്ചയ്ക്കുള്ള ഫലപ്രദമായ ഒരു ചികിത്സാ രീതിയാണ് ലേസർ ഹെയർ റിഡക്ഷൻ. എങ്ങനെയാണ് ലേസർ ഹെയർ റിഡക്ഷൻ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ പേടിക്കുന്നത് പോലെ ലേസർ ഒരു അയണൈസിങ് റേഡിയേഷൻ അല്ല. നമ്മുടെ ശരീരത്തിലൂടെ വളരെ സേഫ് വേവ് ലെങ്തിലുള്ള ലേസർ രശ്മികൾ നിയന്ത്രിതമായി കടത്തിവിടുന്നു. രോമകൂപങ്ങളിൽ ചർമ്മത്തിനും മുടിക്കും നിറം നൽകുന്ന മെലാനിൻ പിഗ്മെൻ്റ് ഉണ്ട്. ഇതാണ് ലേസർ രശ്മികൾ ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ രോമകൂപങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. അങ്ങനെ ആ രോമങ്ങൾ ശാശ്വതമായി നീക്കം ചെയ്യപ്പെടുന്നു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഏതു ശരീരഭാഗത്തിലെയും അനാവശ്യ രോമങ്ങൾ ഇങ്ങനെ നമുക്ക് നീക്കം ചെയ്യാം. എന്നാൽ നരച്ച രോമങ്ങളിൽ മെലാനിൻ പിഗ്മെൻ്റ് ഇല്ലാത്തതിനാൽ ലേസർ അവിടെ ഫലപ്രദമാവുകയില്ല. OPയിൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു സംശയമാണ്, എത്ര തവണ ലേസർ ചെയ്യേണ്ടി വരും? ഒറ്റ തവണ കൊണ്ട് ഫുൾ ഹെയർ റിമൂവ് ചെയ്ത് കിട്ടുമോ? അങ്ങനെ പറ്റില്ല. ഒരു സിറ്റിങ്ങിൽ 10 മുതൽ 15% വരെ രോമങ്ങളാണ് പൂർണ്ണമായി നീക്കം ചെയ്യപ്പെടുന്നത്. അങ്ങനെ മറ്റു ഹോർമോൺ വ്യതിയാനങ്ങൾ ഒന്നുമില്ലാത്തവരിൽ 8 മുതൽ 10 സെക്ഷൻസ് വേണ്ടിവരും. സാധാരണ 4 മുതൽ 6 ആഴ്ചകൾ വരെ ഇടവിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സെക്ഷനുകൾ എടുക്കുന്നത്. ഓരോ സെഷന് ശേഷവും നിങ്ങളുടെ രോമത്തിൻ്റെ കട്ടിയും എണ്ണവും കുറയുന്നു. അതുപോലെ തന്നെ രോമവളർച്ചയുടെ സ്പീഡും കുറഞ്ഞ് രോമത്തിൻ്റെ കളർ കുറഞ്ഞു വരുന്നു. അങ്ങനെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സെക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ 70% രോമങ്ങൾ പൂർണ്ണമായി നീക്കം ചെയ്യപ്പെടുന്നു. അവശേഷിച്ച രോമങ്ങൾ കട്ടിയും നിറവും കുറഞ്ഞ് നനുത്ത രോമങ്ങളായി അവശേഷിക്കുന്നു. മറ്റൊരു സംശയമാണ്, ലേസർ ട്രീറ്റ്മെൻറ്റ് പെയിൻഫുൾ ആണോ എന്ന്. സാധാരണ ലേസർ ചെയ്യുമ്പോൾ ചെറിയൊരു പ്രിക്കിംഗ് പെയിൻ ഉണ്ടാകാറുണ്ട്. എന്നാൽ ന്യൂ ജനറേഷൻ ലേസർ മെഷീൻസിൽ കൂളിംഗ് മെക്കാനിസം അഥവാ ചിൽ ടിപ്പ് ഉള്ളതിനാൽ പേഷ്യൻസിന് വളരെയധികം കംഫോർട്ട് നൽകുന്നു. ചർമ്മത്തിൽ ചൂടടിക്കുന്നത് മൂലമുള്ള സൈഡ് എഫക്ട്സ് കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു.